എവ്രിവൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം, എപ്പോഴും സന്തോഷവും സമാധാനവുമായിട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ അവസരം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെക്കുറിച്ചാണ്, സെൽഫിനെ കുറിച്ചാണ്. സെൽഫിനെ നമ്മൾ പരിഗണിക്കേണ്ടത്, സെൽഫിനെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെൽഫിനെ കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ്. നമ്മളെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കണം, നമ്മളെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യണം എന്നതിൻ്റെ ഒരു പ്രയോറിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ് ഞാൻ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്തൊക്കെ മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ചെറിയൊരു വിലയിരുത്തൽ നൽകാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശരിക്കും നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്താണോ? നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതോ സ്വന്തം കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണോ? നമ്മൾ പലപ്പോഴും നമ്മളെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത്, നീ അങ്ങനെയാണ്, നീ അതാണ്, നീ ഇതാണ്, എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഒരു കുറ്റപ്പെടുത്തിയ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു മിററിന് മുന്നിൽ പോയി, കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിന്ന് പൗഡറും സ്പ്രേയും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങളോടൊന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അപ്പം ഈ ഒരു ലോകം എന്ന് പറയുന്നത്, ഈ മനോഹരമായ ലോകത്ത് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു, മറ്റുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെ അനുഭവിക്കുന്നത് എന്ന സമയത്ത് തന്നെ നിങ്ങളെ ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും തയ്യാറായിട്ടുണ്ടോ? നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. പലരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരുടെ തൃപ്തിപ്പെടുത്താനാണ്. നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത്, നോ പറയാൻ പറ്റാതെ, എല്ലാത്തിനും യെസ് ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതിനു വേണ്ടി എത്രത്തോളം പണിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പാടുപെടുന്നവരാണ് കൂടുതൽ ആളുകളും. പക്ഷേ അവസാനം എന്തെത്തും? നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് കുറേ കുറ്റപ്പെടുത്തലുകളും പിന്നെ കളിയാക്കലുകളും പിന്നെ പോരായ്മകളും കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നീ കാരണമാണ്, നീ അങ്ങനെയാണ്, അല്ലെങ്കിലും നീ എങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ശരിക്കും നമുക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് സമയം വേണോ? നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ള ആ മനോഹരമായ ആ ഒരു യാത്രയെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമി ലോകത്തൊരു യാത്രയിലാണ്. ഈ ലോകത്ത് അനന്തമായ സാധ്യതകളെക്കുറിച്ച്, അനന്തമായ കാഴ്ചകൾ കാണാനുള്ള ഒരു യാത്രയാണ്. എല്ലാം വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനുമുള്ള ഒരു ജീവിതയാത്രയാണ്. ആ യാത്രയിൽ നിങ്ങളെ കണ്ടെത്താനും നിങ്ങളെ സ്വയം പരിഗണിക്കാനും നിങ്ങളെ കൂടെ കൂട്ടാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു? സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വയം സ്നേഹിക്കുക എന്നുള്ളത് ഒരു സ്വാർത്ഥതയൊന്നുമല്ല, മറിച്ച് നിങ്ങളോട് കാണിക്കുന്ന ഒരു ആദരവാണ്. നമ്മൾ സെൽഫിനോട് കാണിക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും അതാണ് നമ്മളെ സ്നേഹിക്കുമ്പം കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്തും. നിൻ്റെ കണ്ണിങ്ങനെ, കണ്ണിന് ഇത്രയും കൂടെ ഒരു പിന്നെ വാലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ണിന് കുറച്ചും കൂടെ ഒരു ഉണ്ടക്കണ്ണാണ് ഇഷ്ടം, അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണാണ് ഇഷ്ടം, അല്ല എൻ്റെ കണ്ണിന് ഈ കൃഷ്ണമണി ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മൂക്കിൻ്റെ പാലെങ്ങനെ, അല്ല മൂക്കിന് ഒരു ചെറിയൊരു ചെരിവുണ്ടായിരുന്നെങ്കിൽ, അല്ല എൻ്റെ പുരികം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എൻ്റെ കവിള് ഭയങ്കരമാണ്, അല്ല എൻ്റെ ചിന്നിതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫേസിൽ നോക്കി, എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഇതാകുന്നു, നരച്ചു പോയല്ലോ, കൈയൊക്കെ ഭയങ്കര ഇതായല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ശരീരഭാഗവും നോക്കി നമ്മൾ കുറ്റങ്ങളാണ് പറയൽ.
അല്ലേ? നമ്മൾ ഓരോ ശരീരം എൻ്റെ അത് നല്ലതല്ല, എപ്പോഴും പരാതിയാണ്, എൻ്റെ സ്കിൻ ടോണ് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മുടെ കുറ്റങ്ങളാണ് ഓരോ ശരീരഭാഗത്തിനെ കുറിച്ചും നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു ദിവസം ഒരു സൂവിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മുറ്റത്ത് നല്ലൊരു മനോഹരമായ ഒരു ഗാർഡനിൽ പോയെന്ന് വിചാരിക്കാം. അവിടെ ഒരു നല്ല കുറേ മനോഹരമായ നല്ല നല്ല ഭംഗിയുള്ള കുറേ പൂക്കളുണ്ടാവും. ഗാർഡനിൽ മനോഹരമായ ധാരാളം പൂക്കളുണ്ടാവും അല്ലേ? അപ്പം ഓരോ പൂക്കളും എന്താണ്, പലതരം മനോഹാരിതയാണ് കാണിക്കുന്നത്. ഒന്ന് റോസ് ആയിരിക്കും, ഒന്ന് പച്ചയായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് നല്ല ഓറഞ്ച് കളറായിരിക്കും. ഓരോ പൂക്കളെ കാണാനും ഭയങ്കര രസമല്ലേ? എല്ലാ പൂക്കൾക്കും അതിൻ്റെതായ ഒരു മനോഹാരിത അതിനുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പൂമ്പാറ്റകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പൂവിനെ നോക്കി മറ്റൊരു പൂവ് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് രസമല്ല, അത് നല്ലതാണ്, ഇതിനേക്കാളും നല്ലത് അതാണ്, ഇതങ്ങനെയാണ്, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുമോ? ഇല്ലല്ലോ. ഓരോ പൂവിനും അതിൻ്റെതായ ഭംഗിയുമുണ്ട്, അതിൻ്റെതായ വ്യത്യസ്തതയുണ്ട്. ഇത് റോസ് ആണെങ്കിൽ അത് ചെമ്പരത്തിയാണ്. അതിൻ്റെതായ വ്യത്യസ്തത ഓരോ പൂവിനും ഉണ്ട്. ആ ഗാർഡനിലുള്ള എല്ലാ പൂവും ഒരുപോലെയല്ല. എല്ലാ പൂക്കളെയും കാണാൻ ഒരേ കളറല്ല, ഒരേ മണമല്ല, ഒരേ എന്താണ് ആകൃതിയല്ല, വലിപ്പത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വ്യത്യസ്തത കാണിക്കുന്നുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്, അതിൻ്റെ ഭംഗിയും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയല്ലേ ശരിക്കും മനുഷ്യന്? ഓരോ വ്യക്തിയും വ്യത്യസ്തരല്ലേ? ഓരോ ആളുകളും പല സ്വഭാവങ്ങളും, പല ആകൃതിയും, പല ഷേപ്പും, പല ഭംഗിയിലുമാണ് ഓരോ മനുഷ്യനുള്ളത്. ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുമുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു യുണീക്കാണ്, ഈ വേൾഡിലുള്ള ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ് നമ്മൾ. അപ്പം നമ്മളെ കാണാനും അതിൻ്റെ ഭംഗിയുണ്ട്, അതിൻ്റെ വാല്യൂ ഉണ്ടെന്നേ. നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് വന്നതിനൊരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ഈ വേൾഡ് മനോഹരമാക്കി നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മളെ പേർപ്പസിന് ഉതകുന്ന തരത്തിലാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ യുണീക്കാണ്. ഈ പ്രപഞ്ചത്തിലെ ചെടികളെ പോലെ, പക്ഷിമൃഗാദികളെ പോലെ അതിനൊരു ഭംഗിയുള്ളതുപോലെ, വ്യത്യസ്തത ഉള്ളതുപോലെ തന്നെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? താരതമ്യം ചെയ്യൂലേ? അവനതാണ്, ഞാനിതാണ്, അവൾ അതാണ്, അത് അവരിങ്ങനെയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ താരതമ്യം ചെയ്യും. ഈ താരതമ്യപ്പെടുത്തൽ എന്താണ്? നമ്മുടെ സൗന്ദര്യം കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ തന്നെ വ്യത്യസ്തനാക്കുന്നതിന് പകരം നമ്മൾ വ്യത്യസ്തനാണ്, ഞാനൊരു യുണീക്കാണ് എന്നുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ അളവുകോലിൽ നമ്മളെ അലക്കുമ്പോഴാണ് നമ്മളെക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്രത്തോളം തന്നെ നമ്മളെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പം മറ്റുള്ളവരുടെ അളവുകോലിൽ നിന്നുകൊണ്ട് നമ്മളെ നോക്കി കാണരുത്. നമ്മുടെ അളവുകോലിൽ നിന്ന് നമുക്ക് എത്രത്തോളം ആവാൻ പറ്റുന്നോ അതിൽ നിന്നുകൊണ്ട് നമ്മളെ നോക്കി കാണണം. അപ്പോഴാണ് നമ്മുടെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ മോശമായാണ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ഒരാളോട്, ഒരു സുഹൃത്തിനോട് നമ്മൾ എത്ര മനോഹരമായിട്ടാണ്, നമ്മൾ എത്ര പോസിറ്റീവായിട്ടാണ്, ആ മുഖം മാത്രമാണ് നമ്മൾ അവിടെ കാണിക്കുക. എനിക്ക് പറ്റില്ല, ഞാൻ കൊള്ളില്ല, എല്ലാവരും എന്നേക്കാൾ മികച്ചവരാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കുകളാണ് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം നീ അടിപൊളിയാണല്ലോ, നിൻ്റെ വസ്ത്രം നല്ല ഭംഗിയുണ്ടല്ലോ, നമ്മൾ അവരോട് ഇല്ലെങ്കിലും അതിന് പോസിറ്റിവിറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാത്തപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുള്ളൂ. മറ്റുള്ളവർ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അല്ലാതെ എനിക്ക് അങ്ങനെ കിട്ടണം, എന്നെ എല്ലാവരും സ്നേഹിക്കപ്പെടണം, എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, എനിക്ക് എല്ലാം എന്ന് ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നൽകുക, അതിലൂടെ മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയണം.
ശരിക്കും സെൽഫ് ലവ് കൂടുമ്പോൾ, നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾ നിങ്ങളെ വാല്യൂ തിരിച്ചറിയും. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങും. ശരിക്കും ഇതിനുള്ള നിങ്ങളിലേക്ക് കണക്റ്റ് ആവാനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, നിങ്ങൾ നിങ്ങളോട് സെൽഫ് ടോക്കുകൾ പറയാം. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ നൽകുക. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത്, ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിനോട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയുള്ള മര്യാദയോടുകൂടിയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. ഒരു ബെസ്റ്റ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനോട് സംസാരിക്കുന്നത് പോലെ. കമ്പാരിസൺ, താരതമ്യം ഒഴിവാക്കുക. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ശരിക്കും മറ്റൊരാളെ പോലെ എന്നുള്ളതല്ലാതെ നിങ്ങളുടെ യഥാർത്ഥ ശരിക്കും നിങ്ങൾ ഇപ്പം ജീവിക്കുന്ന ജീവിത രീതിയിൽ പോലും താരതമ്യം കാണിക്കാതെ, ഒരു കമ്പാരിസൺ നടത്താതെ നിങ്ങളായിട്ട് ജീവിക്കുക. നമുക്ക് സെൽഫിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തണം. 3-ാമത്തേതാണിത്. ആഴ്ചയിൽ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങളെ കൈകൾ, കാലുകൾ, നിങ്ങളെ ശരീരം വൃത്തിയാക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫിനെ ഒന്ന് കാണാൻ, സെൽഫിലേക്കൊന്ന് നിങ്ങളൊന്ന് റിലീസാവാൻ വേണ്ടി, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റിലീസാവാൻ വേണ്ടി ഒരു സൈലൻസിൽ ഇരിക്കുന്നതാവാം. എങ്ങനെയായാലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംതിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ കുറഞ്ഞ സമയം, ഒരാഴ്ചയിലോ ദിവസമോ നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെ സ്വയത്തെ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് പല കുറവുകളും ഉണ്ടാവും, പല കുറ്റങ്ങളും ഉണ്ടാവും. നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങളും നിങ്ങൾക്കുണ്ടാവും. കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, പെർഫെക്റ്റ് ആവണമെന്ന് ഒരിക്കലും ചിന്തിക്കാതെ ഒരു 80% അല്ലെ 60%, 70% ഓക്കെ ആണെങ്കിൽ ആക്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് എത്ര കുറവുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ആ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് വഴി തന്നെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും. ഞാനൊരു പ്രാക്ടീസ് പറഞ്ഞുതരാം. എന്നും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസ് പറഞ്ഞുതരാം. ഒരു മിററിന് മുന്നിൽ പോയി നിൽക്കുക. ഒരു കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഏതെങ്കിലും ഒരു സമയം നിങ്ങളെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിൽക്കുക. നിങ്ങളെ കണ്ണുകളിലേക്ക് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കുക. എന്നാൽ നല്ല രീതിയിൽ ആ കണ്ണിൻ്റെ കൃഷ്ണമണീൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ കണ്ണാടീൻ്റെ നിങ്ങളെ മുഖത്തോട് നോക്കിയിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് മൈ സെൽഫ് ആൻഡ് ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് കണ്ണാടീൻ്റെ മുന്നിൽ നോക്കി പറയാം. എത്രത്തോളം പറയാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം തോന്നും, വലിച്ചെറിയാൻ തോന്നും, ഒക്കെ പ്രയാസം തോന്നും. പ്രയാസം തോന്നിയാലും 1 സെക്കൻഡാണോ നിൽക്കാൻ പറ്റുന്നത് അത് നിന്നാൽ മതി. എത്രത്തോളം നിങ്ങൾക്ക് പ്രയാസമില്ലാതെ കണ്ണാടീൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം നിൽക്കുക. ഓരോ ദിവസവും ടൈം കൂട്ടി കൊണ്ടുവരിക. എത്രത്തോളം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ നിന്നും അത്രയും അകന്നാണുള്ളത്. അപ്പം നിങ്ങളുമായിട്ട് കണക്ഷൻ കൂട്ടാൻ നിങ്ങൾ എത്ര നേരം നിങ്ങൾക്ക് കണ്ണാടീൻ്റെ മുന്നിൽ നിന്നിട്ട് ഐ ലവ് മൈ സെൽഫ്, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നുണ്ട് എന്ന് നോക്കുക. ഹൃദയത്തിൽ തട്ടി കണ്ണിൽ നോക്കി നിങ്ങൾ സംസാരിക്കാം. ദിവസം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും, ഒരു കുഴപ്പമില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മിനിമം 10 മിനിറ്റെങ്കിലും നിങ്ങളോട് ഡെയിലി കണ്ണാടീൻ്റെ മുന്നിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പിന്നെ ഒരു അഫോർമേഷൻ പറയുന്നത്, ഒരു സെൽഫ് ടോക്ക് പറയുന്നത് പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഐ ആം യുണീക്ക്, ഞാൻ യുണീക്കാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഐ ആം യുണീക്ക്, ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ,
അപ്പം ഈ ഒരു പ്രാക്ടീസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. ഇത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതുമായി നിങ്ങളൊരു അമേസിങ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളെ ലൈഫിൽ വരുമെന്നുള്ളത് തീർച്ചയാണ്. ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങളെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാം, യെസ് എന്ന് പറയാം. അല്ലെങ്കിൽ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട്, ഞാനിത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്ന അത്ഭുത ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകം നിങ്ങളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ കാണുന്നത് തീരുമാനിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മൊത്തം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളെ ഏറ്റവും മികച്ച സുഹൃത്തായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഡേ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഓരോ മനുഷ്യനും സ്നേഹവും അനുകമ്പയും കരുണയും എല്ലാം ഉണ്ട്. അത് നമ്മളിലേക്ക് കൊടുക്കുമ്പോഴേ, നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് ആ മാജിക്കൽ വേൾഡ്, മനോഹരമായ ലോകത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പം നിങ്ങളുടെ ഡൗട്ടുകൾ എന്നെ ചോദിക്കാനുള്ള അവസരമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെ ക്ലാസ്സുകൾ എന്നെ വീഡിയോയിൽ കാണുന്നവരാണെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ എന്ന് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ യൂട്യൂബിൻ്റെ ഇതിൻ്റെ താഴെ, ഈ വീഡിയോൻ്റെ നേരെ താഴെ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനൊരു ലിങ്ക് ഉണ്ട്. അതുവഴി നമ്മളെ കണക്ട് ചെയ്യുക. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ, ഭയങ്കരമായിട്ടുള്ള 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്താം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.